ടോവിനോ തോമസ് പ്രധാന വേഷത്തിൽ എത്തി അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത ചിത്രമാണ് നരിവേട്ട. പേരിലെ വന്യകഥയിലും കഥയുടെ ആഖ്യാനത്തിലും സന്നിവേശിപ്പിച്ച ഒരു പൊളിറ്റിക്കൽ സോഷ്യോ ത്രില്ലറാണ് നരിവേട്ട. ഒരു താരബാഹുല്യം ബാധിക്കാതെ താരത്തിനോ പ്രാധാന്യം നൽകാതെ പറയുന്ന കഥയുടെ ആഴത്തിൽ തൊടുന്ന ഇമോഷന് ആവിഷ്കരിച്ച നരിവേട്ട പ്രേക്ഷകന് പുറത്തിറങ്ങുമ്പോൾ ചില ഉൾക്കാഴ്ചകൾ നൽകിയേക്കാം. നോൺ ലീനിയറായ ആവിഷ്കാരമാണ് ചിത്രത്തിന് നൽകിയിരിക്കുന്നത്. കൂട്ടം തെറ്റിയ ഒരു മൃഗത്തെ വേട്ടയാടി പിടിക്കും പോലെ വർഗീസ് എന്ന പോലീസുകാരനെ വയനാട്ടിൽ നിന്നും സ്വന്തം ഡിപ്പാർട്ട്മെന്റ് തന്നെ പിടികൂടുന്നു. എന്താണ് വർഗീസ് ചെയ്ത കുറ്റം എന്നതിലേക്ക് പിന്നീടാണ് കഥ പോകുന്നത്. സ്വന്തം കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന PSC എഴുതി ലിസ്റ്റിൽ പേരുമായി ജോലി കാത്തിരിക്കുന്ന അഭ്യസ്തവിദ്യനായ കുട്ടനാട്ടുകാരനാണ് വർഗീസ്. നല്ല ജോലിക്കായി കാത്തിരിക്കുന്ന വർഗീസ് എന്ന പ്രണയിനിയുടെയും വീട്ടിലെ സാഹചര്യവും കാരണം പോലീസ് കോൺസ്റ്റബിളായി ജോലിയിൽ പ്രവേശിക്കുന്നു. തനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ജോലി എന്ന് നിരന്തരം വർഗീസ് ഇവിടെ തെളിയിക്കുന്നുണ്ട്. എന്നാൽ വയനാട്ടിലെ ആദിവാസി ഭൂസമരത്തിന് ഇടയിൽ നിയമിക്കപ്പെടുന്നതോടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മറവികൾക്കെതിരായ ഓർമ്മയുടെ പോരാട്ടം എന്ന ടാഗ് ലൈനാണ് ചിത്രത്തിന് നൽകിയിരുന്നത്. കാലഘട്ടം 2003 എന്ന് വ്യക്തമാക്കുമ്പോൾ തന്നെ കേരളം കണ്ട വലിയ ആദിവാസി സമരങ്ങളിൽ ഒന്നിന്റെ പാശ്ചാത്തലം ചിത്രത്തിന് ഉണ്ടെന്ന് വ്യക്തമാണ്. എന്നാൽ അതിനെ അതായി കാണിക്കുന്ന ഡോക്യുമെന്ററി രീതിയിൽ അല്ല ചിത്രം ആവിഷ്കരിക്കുന്നത്. ആദിവാസി ഭൂമി പ്രശ്നം എന്ന സാമൂഹിക വിഷയത്തെ മുന്നിൽ നിർത്തി തന്നെ സമൂഹത്തിൽ അരിക്ക് വൽക്കരിക്കപ്പെട്ടവരെ എങ്ങനെ ഭരണകൂടം അടിച്ചമർത്താൻ നോക്കുന്നു എന്ന് മൂർത്തമായി തന്നെ ആവിഷ്കരിക്കുന്നു ചിത്രം. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് അബിൻ ജോസഫിന്റെ എഴുത്ത് ചിത്രത്തിന്റെ നട്ടെല്ലാണ് എന്ന് പറയാം. അതില് തന്നെ വർഗീസ് എന്ന സ്വാർത്ഥനായ യുവാവിൽ നിന്നും ടോവിനോയുടെ കഥാപാത്രത്തിന്റെ വളർച്ച അവസാനം എത്തി നിൽക്കുന്ന രീതി തന്നെ ഗംഭീരമാണ്. ഹീറോ ഇമേജിനെ തീർത്തും കുടഞ്ഞെറിഞ്ഞ് നിസ്സഹായതയും ഭയവും രോഷവും എല്ലാം ആവേശിക്കുന്ന കഥാപാത്രമായി ടോവിനോ ചിത്രത്തിൽ അടിമുടി മാറുന്നുണ്ട്. ചരിത്രം മറന്നിട്ടില്ലാത്തവർക്ക് ഓർമ്മയുണ്ടാകേണ്ട കഥാപാത്രമായി ആര്യ സലിം മികച്ച അഭിനയം തന്നെ കാഴ്ചവെക്കുന്നുണ്ട്. സുരാജ് വെഞ്ഞാറമൂട് അവതരിപ്പിച്ച കോൺസ്റ്റബിൾ വേഷം ശരിക്കും ചിത്രത്തിലെ സുപ്രധാന കഥാപാത്രമാണ്. ചിത്രത്തിലെ DIG കേശവദേവ് എന്ന വേഷത്തെ അവതരിപ്പിക്കുന്ന നടന് ചേരൻ പതിവ് സോഫ്റ്റ് കഥാപാത്ര രീതികളെ ഒരു വില്ലനിസത്തിലേക്ക് പരുവപ്പെടുത്തുന്നത് മികച്ച അനുഭവമാകുന്നുണ്ട്. തമിഴില് വിസാരണ, ജയ് ഭീം പോലുള്ള രാഷ്ട്രീയം പറയുന്ന ചിത്രങ്ങൾ മലയാളത്തിൽ പ്രത്യക്ഷമായി ഉണ്ടാകാറില്ല എന്ന പരാതി പൊതുവിൽ മുഴങ്ങാറുണ്ട്. അതിന് ശക്തമായ മറുപടി നൽകുന്നുണ്ട് നരിവേട്ടയിലൂടെ അനുരാജ് മനോഹർ ആവിഷ്കരിക്കുന്നത് എന്ന് തന്നെ പറയാം. ചിലപ്പോൾ തോറ്റ പോരാട്ടങ്ങൾ ജയിക്കുന്നത് ജീവിക്കുന്നവരുടെ ഇടപെടലിലൂടെയാണ് എന്ന വലിയ സന്ദേശം ചിത്രം നൽകുന്നുണ്ട്. തീർത്തും തീവ്രമായ വിഷയം ആവിഷ്കരിക്കുമ്പോൾ അതിന്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത രീതിയിലാണ് നരിവേട്ട ഒരുക്കിയിരിക്കുന്നത്.